ട്രംപിന്റെ അധിക തീരുവ കൊണ്ട് തന്നെ ഇന്ത്യ എത്രത്തോളം വളഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അതിനുവേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് മറികടക്കാനായി റഷ്യയുമായി കൂടുതൽ അടുക്കുന്നതും റഷ്യയിലെ എണ്ണ വാങ്ങാനുള്ള തീരുമാനവും ഒക്കെ നമ്മൾ കണ്ടു. ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് ഏർപ്പെടുത്തിയ ഉപരോധ ഇളവ് അമേരിക്ക പിൻവലിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇന്ത്യക്ക് മേൽ വീണ്ടും വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നതാണ് അമേരിക്കയുടെ ഈ നീക്കം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പാകിസ്ഥാനെ മറികടന്ന് മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ചരക്ക് നീക്കങ്ങൾക്ക് ചബഹാർ തുറമുഖം ഏറെ നിർണായകമായിരുന്നു. തുറമുഖ വികസനത്തിലും പ്രവർത്തനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾക്ക് നേരെ പിഴ ചുമത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ ഈയൊരു നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 2018 മുതലാണ് ഇന്ത്യ തുറമുഖത്തിന്റെ ചുമതല ഏറ്റെടുത്തത്. ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് വഴി ഷാഹിദ് ബെഹഷ്തി ടെർമിനലിന്റെ പ്രവർത്തന നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തതിന് ശേഷം 8 ദശലക്ഷം ടണ്ണിലധികം ചരക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 29 മുതലാണ് അമേരിക്കയുടെ ഈ ഉപരോധം നിലവിൽ വരാൻ പോകുന്നത്. വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. അതെ, നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും ഈ അധിക തീരുവയ്ക്ക് പിന്നാലെ വീണ്ടും അമേരിക്കയുടെ ഒരു ഷോക്ക് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചബഹാറിന് ഇനി ഇളവില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് ചബഹാർ എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഇറാനിലെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള ചബഹാറിൽ ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് ചബഹാർ തുറമുഖം. ഇറാഖ് യുദ്ധം ചബഹാറിന് തന്ത്രപരമായ പ്രാധാന്യം നേടാനൊരു കാരണമായിട്ടുണ്ട്. ഈ യുദ്ധം ഹോർമൂസ് കടലിടുക്കിൽ അരക്ഷിതാവസ്ഥ വരുത്തിവെച്ചപ്പോൾ കപ്പലുകൾക്ക് പേർഷ്യൻ ഗൾഫിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതനുസരിച്ച് ഈ യുദ്ധസമയത്ത് ചബഹാർ ഒരു പ്രധാന തുറമുഖമായി മാറി. ചബഹാറിന് ഇനി ഇളവില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം. അതായത് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഇറാനിലുള്ള ചബഹാർ തുറമുഖ പദ്ധതിക്ക് നൽകിയ ഉപരോധ ഇളവുകൾ പിൻവലിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുള്ള ഇന്ത്യക്ക് അത് കനത്ത തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാകിസ്ഥാനെ മറികടന്നുള്ള വ്യാപാര ബന്ധം അത് തന്നെയാണ് ഈ ചബഹാർ തുറമുഖത്തിലൂടെ ഇന്ത്യ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പാകിസ്ഥാനിലേക്ക് കടക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്കും ഇറാനിലേക്കും മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും തുടർന്ന് അവ വഴി റഷ്യയിലേക്കും യൂറോപ്പിലേക്കും നേരിട്ട് പ്രവേശിക്കാനുള്ള ഇന്ത്യയുടെ തുറുപ്പുചീട്ടായിരുന്നു ഈ ചബഹാർ തുറമുഖം. 2014 ഒരു 10 വർഷത്തെ കരാർ, അതായത് ഇന്ത്യ ഇറാനുമായി ചബഹാറിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു 10 വർഷ കരാറിൽ ഒപ്പുവെക്കുന്നത്. തുറമുഖ വികസനത്തിന് $120 മില്യൺ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ $250 മില്യൺ വായ്പയും ഇന്ത്യ അന്ന് ഉറപ്പു നൽകി. 2016 ത്രികക്ഷി കരാറാണ് അടുത്തതായി പറയുന്നത്. ത്രികക്ഷി കരാർ അതായത് രാജ്യാന്തര ഗതാഗത ഇടനാഴി, അതായത് ചബഹാർ കരാർ എന്ന് പറയുന്നുണ്ടല്ലോ, അത് സ്ഥാപിക്കാനുള്ള ഒരു ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ഒപ്പുവെക്കുന്നു. 2016 മേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലായിരുന്നു അത്. ചബഹാറിലെ ഷാഹിദ് ബെഹഷ്തി ടെർമിനലിന്റെ ആദ്യഘട്ട വികസനത്തിൽ ഇന്ത്യ നിർണായക പങ്കാളിയുമായി. അതിലൂടെ പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തേക്കാൾ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയോട് 800 കിലോമീറ്റർ അടുത്തായതിനാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യാപാരത്തിന് ഒരു ബദൽ നൽകുക എന്നതായിരുന്നു ഈ കരാറിലൂടെ ഉദ്ദേശിച്ചത്. ചബഹാർ തുറമുഖത്തും ചബഹാർ പ്രത്യേക സാമ്പത്തിക മേഖലയിലെ വ്യവസായങ്ങളുമൊക്കെ $8 ബില്യൺ നിക്ഷേപം നടത്താനും അന്ന് പദ്ധതിയിട്ടു. അതിൽ അലൂമിനിയം, അതുപോലെ തന്നെ സ്മെൽറ്റർ, യൂറിയ നിർമ്മാണ സൗകര്യവും ഉൾപ്പെടുന്നുണ്ട്. 2017 ഒക്ടോബർ 29 ഗോതമ്പ് കയറ്റുമതി ആരംഭിക്കുന്നു. അതായത് 2017 ഒക്ടോബർ 29 അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഗോതമ്പ് കയറ്റുമതി ചബഹാർ തുറമുഖം വഴി നടത്തുന്നു. ഗോതമ്പിന്റെ ആദ്യ കയറ്റുമതി അയച്ചപ്പോൾ ത്രികക്ഷി ഗതാഗത വ്യാപാരവും റൂട്ടും നടപ്പിലാക്കിയെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി 2018 വരാം. 2018 അമേരിക്കൻ ഉപരോധം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ആ ഉപരോധത്തിന് ഇളവ് നൽകിയ സംഭവമാണ് ഇപ്പോൾ അമേരിക്ക പിൻവലിക്കാൻ പോകുന്നത്. 2018 നവംബറിലാണ് അമേരിക്ക ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത്. പക്ഷേ അന്ന് അഫ്ഗാനിസ്ഥാന് സാമ്പത്തിക പ്രാധാന്യം കണക്കിലെടുത്ത് ഇറാനെതിരായ ഉപരോധങ്ങളിൽ നിന്ന് അമേരിക്ക ഈ ചബഹാർ തുറമുഖ പദ്ധതിയെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അന്ന് ഇത് അത്ര വലിയ പ്രശ്നം ഉണ്ടാകാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഉപരോധത്തിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ട് തന്നെയാണ്. ഇപ്പോഴത്തെ ട്രംപിന്റെ ഈ ഒരു നീക്കം ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വ്യക്തികളെയും അതുപോലെ തന്നെ ചില സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ ഈ നീക്കം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ തീരുമാനം വളരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒന്നുകൂടിയാണ്. അതായത് ഇന്ത്യയുടെ ഇതുവരെയുള്ള നിക്ഷേപങ്ങൾക്കും ഇത് ഭീഷണിയാകും. ഉപരോധത്തെ തുടർന്ന് തുറമുഖത്തെ ഇന്ത്യൻ ഓപ്പറേറ്റർമാർക്ക് യുഎസ് ചുമത്തുന്ന പിഴകൾ നേരിടേണ്ടി വരികയും പല പ്രധാനപ്പെട്ട പ്രാദേശിക പദ്ധതികളുടെ ഭാവി അവതാളത്തിലാകാനും സാധ്യതയുണ്ട്.
ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം പ്രാദേശിക വാണിജ്യത്തെ സുഗമമാക്കുന്നുവെന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി. നിലവിൽ ഉപരോധ ഇളവുകൾ റദ്ദാക്കിയത് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തുറമുഖ വികസനത്തിന് $120 മില്യൺ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ $250 മില്യൺ വായ്പയും ഇന്ത്യ അത് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊരു ഉപരോധം ഈ തുറമുഖത്തിന് വരുന്നതിലൂടെ ഇന്ത്യയുടെ നിക്ഷേപങ്ങളും തുലാസിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല 2024-25 ഇന്ത്യ 100 കോടി രൂപ വായ്പയും ചബഹാറിന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതും പ്രതിസന്ധിയിലാകുന്ന ഘട്ടം തന്നെയാണ്. നമ്മൾ തുടക്കം തൊട്ട് തന്നെ പറയുന്നത് പോലെ ട്രംപിന്റെ ഈ ഒരു നീക്കം ഇന്ത്യയുടെ വ്യാപാരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യാപാര മേഖലയെ സംബന്ധിച്ച് അത് എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഈ അധിക തീരുവ തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി അല്ലെങ്കിൽ ഇരുട്ടടിയായി നിൽക്കുന്നൊരു സമയമായിരുന്നു. ഇനിയിപ്പോൾ അതിൽ ചർച്ചകൾ നടക്കുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കാനുള്ള സാധ്യതകളുണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിനിടയിലാണ് ചബഹാറിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ട്രംപ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും രണ്ടാമത് ട്രംപ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പല നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പല രാജ്യങ്ങളെയും പിണക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചായാലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഈ ഒരു ട്രംപിന്റെ പുതിയ നീക്കങ്ങളിലൂടെ ഉണ്ടാകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തീരുമാനം അതിനിപ്പോൾ ഏത് തരത്തിലായിരിക്കും ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.